ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തനിഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പംകിൻ വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാലോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് പംകിന്. ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലേയർഡ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണിത്. പംകിനൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. പ്രത്യേകിച്ചിട്ട് കറിയൊന്നും ഇതിനാവശ്യമില്ല. അല്ലാതെ തന്നെ കടിച്ചങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ പംകിൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പംകിൻ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടൊന്നും നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ ഹാഫ് മതിയാകും. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കാം. സ്റ്റീം ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കുമ്പം അതിൻ്റെ വെള്ളം നമ്മൾ കളയണമല്ലോ. സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇതെല്ലാം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സ്റ്റീം ചെയ്ത് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒത്തിരി വെന്ത് ഉടയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കാനായിട്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പംകിനിൽ തന്നെ 90% വെള്ളമാണ് അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പംകിൻ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. പംകിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പാർട്ടും എഡിബിളാണ്. അതിൻ്റെ സ്കിന്നും ലീവ്സും സീഡ്സും എല്ലാം എഡിബിളാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട, കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. കാരണം നമ്മൾ എടുക്കുന്ന പംകിൻ്റെ വലിപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1-2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം ബട്ടറോ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. ഓയിലിനേക്കാളും നല്ലത് നെയ്യ് യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന്. ഇനി ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പംകിൻ അരച്ചതുണ്ടല്ലോ, ഇത് തന്നെ മതിയാകും നമ്മൾക്ക് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ കണ്ടല്ലോ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് വീണ്ടും പൊടി ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി വേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പംകിനിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് നോക്കിയിട്ട് മാത്രം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാൻ എടുത്തിരിക്കുന്ന പൊടി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇതിൻ്റെ ഡോ. ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ശരിക്കും സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഈ ഒരു ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടുന്നതായിരിക്കും. കാരണം ഇതിൽ വെള്ളത്തിൻ്റെ അളവൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓൾറെഡി ഇത് നല്ല സോഫ്റ്റാണ്, എന്നാലും ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതിവിടെ അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്നുകൂടി സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാനിതിവിടെ ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ ഡോ ഒന്നുകൂടി നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. സൂപ്പർ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് എങ്ങനെയാണോ അതേപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇതൊന്നുകൂടി ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. 1-2 മിനിറ്റ് മാത്രം ഒന്ന് കുഴച്ചെടുത്താൽ മതി. അതിനുശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം. പംകിൻ ഇതുപോലെ ഡെയിലി ചപ്പാത്തിയായിട്ടോ അല്ലെങ്കിൽ പംകിൻ കറി വെച്ചിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പംകിനിൽ ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ഹാർട്ട് അറ്റാക്ക് തടയാനും സ്ട്രോക്ക് തടയാനൊക്കെ വളരെ ഫലപ്രദമാണ്. അതുപോലെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനും പംകിൻ സഹായിക്കും. ലോ കലറി ആയതുകൊണ്ട് തന്നെ ഇതൊരു വെയിറ്റ് ലോസ് ഫുഡ് കൂടിയാണ്. സ്ഥിരമായിട്ട് പംകിൻ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിരിക്കും, എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും. കുട്ടികൾക്കൊക്കെ നമ്മളിതുപോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ, നമുക്ക് പൂരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനൊക്കെ വളരെ ഫലപ്രദമാണ്. അങ്ങനെ എല്ലാം ഞാനിവിടെ ഉരുട്ടി കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ.
ഞാനിപ്പോൾ ഇതിവിടെ അങ്ങനെ ചെയ്യാതെ ലെയറായിട്ടുള്ള ചപ്പാത്തി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാതെ നമുക്ക് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാനിപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. തിന്നായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് സാധാരണ ചപ്പാത്തി ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ലെയറായിട്ടുള്ള ചപ്പാത്തിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു കത്തി കൊണ്ട് ഇതിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് കട്ടായി പോകാൻ പാടില്ല. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുണ്ടല്ലോ, അതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ലെയറായിട്ടുള്ള ചപ്പാത്തി കിട്ടുന്നതായിരിക്കും. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സാധാരണ ചപ്പാത്തി പോലെ ചുട്ടെടുക്കാം. എന്നാൽ എപ്പോഴും ഒരുപോലെ ചെയ്യാതെ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് പരത്തിയെടുക്കാനായിട്ട് അങ്ങനെ ഒത്തിരി പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. എത്ര തിന്നായിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാൻ പറ്റും. ഇതങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നല്ലതുപോലെ തന്നെ നമുക്ക് കനം കുറച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് ഞാൻ ഇങ്ങനെയാണ് റോൾ ചെയ്തെടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ റോൾ ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം. ഇല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും. അതിന് വേണ്ടിയിട്ടാണ് എണ്ണ പുരട്ടിയിട്ട് മാറ്റി വെക്കുന്നത്. എണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിലും പുരട്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം. കണ്ടല്ലോ, ഇതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് നമുക്കിത് ലെയറായിട്ട് കിട്ടുന്നതായിരിക്കും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ പരത്തുന്ന സമയത്ത് ഇതിൽ പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഒട്ടിപ്പിടിക്കൊന്നുമില്ല. കണ്ടല്ലോ, ഇതിങ്ങനെ മറിച്ചിട്ടിട്ട് പരത്തി കൊടുക്കരുത്. അങ്ങനെ ആകുമ്പം ലെയർ കുറയാൻ ചാൻസ് ഉണ്ട്. അതേ സൈഡിൽ തന്നെ ഇങ്ങനെ പരത്തിയിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. തിരിച്ചിട്ടിട്ട് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാനിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. എത്ര വേണമെങ്കിലും നമുക്ക് തിന്നാക്കണമെങ്കിൽ കുറച്ചുകൂടി തിന്നാക്കിയിട്ട് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ചൊരു തിക്നെസ്സിലാണ് പരത്തിയെടുക്കുന്നത്. ഇതുപോലെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇത് നമുക്ക് സാധാരണ ചപ്പാത്തി ചുടുന്നത് പോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതല്ല നോൺ സ്റ്റിക്ക് പാനിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ ചപ്പാത്തി തയ്യാറാക്കുന്ന സമയം തന്നെ മതിയാകും ഇതും തയ്യാറാവാനായിട്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിടാൻ മറക്കരുത്. അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതേപോലെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കാം. അങ്ങനെ ഇതാ എല്ലാ ചപ്പാത്തിയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണിത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കഴിക്കാനും നല്ല സോഫ്റ്റാണ്. ഇതിങ്ങനെ ലെയറായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ പൊറോട്ടയൊക്കെ കഴിക്കുന്നത് പോലെ ഉണ്ടാവും കഴിക്കുമ്പം. പംകിൻ നമ്മൾ ഡെയിലി കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഡെയിലി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുപോലെ ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിടാൻ ആരും മറക്കരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.